ദൈവത്തിന്റെ മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചും കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുടർമാനമായി ഈ വീഡിയോയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ കാണാൻ എന്നോടൊപ്പം നിങ്ങൾ തുടരണം. കഴിഞ്ഞ നാളുകളിലെല്ലാം നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമലേഖനം 13-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാളെ വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊടുക്കുക. ആധുനിക സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമോ അല്ലെങ്കിൽ സുവിശേഷത്തിന് നമ്മൾ അനുഭവിക്കുന്ന എതിരുകളോ അല്ല, അല്ലെങ്കിൽ പീഡയോ അല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ പീഡകൾ അനുഭവിക്കുന്ന അനവധി ദൈവമക്കളും ദൈവത്തിന്റെ ദാസന്മാരുമുണ്ട്. ലോകത്തെമ്പാടും അത് നടക്കുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ആധുനിക സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നാം നേരിടുന്ന ദാരിദ്ര്യമോ അല്ലെങ്കിൽ നാം നേരിടുന്ന പീഡകളോ അല്ല. ആധുനിക സഭയെ ഗ്രഹിച്ചിരിക്കുന്ന, ആധുനിക സഭയെ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് ആധുനിക സഭയെ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മീയമായ നമ്മുടെ വരൾച്ചയാണ്, ആത്മീയമായ ഉറക്കമാണ്, ആത്മീയമായി നമ്മുടെ സീല് നഷ്ടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയമായി നമ്മൾ പിടിച്ചിരിക്കുന്ന ആലസ്യമാണ് ദൈവസഭയെ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. സഭയ്ക്ക് പുറത്തുള്ളവരോടുള്ള ദൂതല്ല നമ്മളിവിടെ വായിച്ചത്, ദൈവസഭയ്ക്കകത്തുള്ളവരോടാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലൻ പൗലോസിലൂടെ പറയുന്നത് രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉണരണമെന്ന് പറയുകയാണ്. ഇന്നത്തെ നമ്മുടെ കോൾ എന്ന് പറയുന്നത് വേക്കപ്പ് കോളാണ്, ഉണരാനുള്ള ഒരു വിളിയാണ്. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലത്തേക്കാൾ അധികം ദൈവസഭയോട് ഉണരാൻ ആവശ്യപ്പെടുന്ന, ദൈവമക്കളോട് ഉണരാൻ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് രാത്രി, മറ്റൊന്ന് പകൽ എന്ന് പറയുകയാണ്. രണ്ട് ലോകങ്ങളുടെ നടുവിലാണ് ഇന്ന് ഒരു ദൈവവേദലായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാത്രിയും പകലിനും ഇടയിലുള്ള ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. എന്താണ് രാത്രി എന്ന് ചോദിച്ചാൽ, ഇവിടെ തിരുവചന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പകലിനെയും രാത്രിയെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, രാത്രി എന്ന് പറയുന്നത് തിന്മയുടെ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ദൈവികമല്ലാത്ത ഈവിൾ സിസ്റ്റത്തെ കുറിച്ചാണ് ഇവിടെ രാത്രി എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് ഈവിൾ സിസ്റ്റം. ഈ ലോകത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തെമ്പാടും നടക്കുന്ന തിന്മയുടെ പ്രവൃത്തികളെ നമുക്ക് കാണാൻ കഴിയുന്നു. ലോകത്തെമ്പാടും ഉണ്ടായിരിക്കുന്ന നീതിമാന്മാരായ ആൾക്കാരെ പീഡിപ്പിക്കുക, ദൈവമക്കളെ പീഡിപ്പിക്കുക, ദരിദ്രർക്ക് ന്യായം കിട്ടാതെ വരിക, വിധവമാരെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ വിശുദ്ധന്മാരെ കൊന്നുകളയുക, ശുശ്രൂഷകന്മാരെ ഉപദ്രവിക്കുക, ദൈവമക്കളെ അടിച്ചമർത്തുക, ഇങ്ങനെ ലോകത്തിലുള്ള സകല തിന്മയെയും കാണിക്കുകയാണ്, അല്ലെങ്കിൽ പാപത്തെ കാണിക്കുന്നു, ലോകത്തിന്റെ സിസ്റ്റത്തെ കാണിക്കുന്നതാണ് ഇവിടെ രാത്രി എന്ന് പറയുന്നത്. പകൽ എന്ന് പറയാൻ പോകുന്നത് ഈ രാത്രിയുടെ ഈവിൾ സിസ്റ്റം മാറി, തിന്മയുടെ വ്യവസ്ഥിതി മാറി മറ്റൊരു ഭരണം വരാൻ പോകുന്നു. അതിനെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ഈ പകൽ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണരണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ കാലത്തേക്കാൾ അധികം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഉണരണമെന്നും, നാം ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്നും. അതേ കാരണം എന്ന് പറഞ്ഞാൽ പകൽ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തിയോളജി പഠിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ വചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഓൾറെഡി നോട്ടഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി വന്നിരിക്കുന്നു, ചിലത് വന്നിരിക്കുന്നു എന്നാൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ചിലത് ആരംഭിച്ചിരിക്കുന്നു എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ചിലത് ആരംഭിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ മറ്റു ചിലത് അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്? ദൈവരാജ്യം ആരംഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ വരവിനോട് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അവന്റെ രാജ്യം എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു എന്നതിനെ കുറിച്ച് പറയുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കിയത്? യേശു പറഞ്ഞു, ദൈവാത്മാവിനെ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. പാപക്ഷമ ലഭിച്ചു, അത് രോഗസൗഖ്യം ലഭിച്ചു, കർത്താവിനെ സ്വീകരിക്കാനുള്ള അവസരം നൽകി, അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഉള്ള അധികാരം ദൈവത്തിന്റെ സഭയ്ക്ക്, ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവം നൽകി. ഇതെല്ലാം ദൈവരാജ്യം ഇവിടെ ആരംഭിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്.
എന്നാൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഈ ലോകത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികൾ പൂർണ്ണമായി ഈ ലോകത്തിൽ നിന്ന് മാറണം. അപ്പോഴാണ് ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നു, എന്നാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു, എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ആരംഭിച്ച ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഈ ലോകത്തെ ഭരിക്കുന്ന ഈ ഒരു സിസ്റ്റം മാറി മറ്റൊരു ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പകലിലേക്ക് വരുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഉണരുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നവർക്ക് ആകാശത്തിലെ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് കാലാവസ്ഥ എന്താകുമെന്ന് അറിയാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ആകാശം കറുത്ത് ഇരുളുമ്പോൾ അവിടെ മഴ പെയ്യാൻ പോവുക എന്നുള്ള ലക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ രാത്രിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പകലെടുക്കാറാകുമ്പോൾ അതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട്. നല്ല ഇരുട്ടാണെങ്കിലും അവർക്കറിയാം അത് പ്രകാശം വരാൻ പോവുകയാണ്, ഇരുള് മാറാൻ പോവുകയാണ് എന്നറിയാം. നമുക്കറിയാം, അതിരാവിലെ കോഴി കൂവുന്നത് നമുക്കറിയാം. വളരെ രാത്രി, വളരെ വളരെ കട്ടിയായ രാത്രി ആയിരിക്കാം, വളരെ ഇരുണ്ടിരിക്കുന്ന സമയമായിരിക്കാം, എങ്കിലും പ്രകാശമൊന്നും കണ്ടു തുടങ്ങിയില്ല. എങ്കിലും കോഴിക്കറിയാം ഈ പ്രകാശം വരാൻ പോവുകയാണ്, സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്, അതിന്റെ വെളിച്ചം വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു മുന്നറിയിപ്പായി കോഴി കൂവുന്നത് നമുക്കറിയാം. അതുപോലെ കോഴി മാത്രമല്ല, അതേപോലെ മറ്റ് പല പക്ഷികളും പാടുന്നറിയാം. മൈന പാടും, തത്ത പാടും, അങ്ങനെ കിളികളെല്ലാം, കുരുവികൾ പാടും. അങ്ങനെ ഇവയെല്ലാം അറിയിക്കുന്നത് ഒരു പകൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, കൊച്ചു കൊച്ചു ജീവികൾ ഒക്കെ അത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കും. അതിന് സ്വരം മാറും. ആ സ്വരങ്ങളൊക്കെ മാറുമ്പോൾ അതിനെ ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകാം ഇതിന്റെ സ്വരം മാറിയിരിക്കുന്നത് പകൽ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രി കഴിയാറാകുമ്പോൾ, പകൽ അടുത്തിരിക്കുമ്പോൾ പ്രകൃതി മുഴുവൻ മനസ്സിലാക്കുന്നത് പോലെ ദൈവവചനം പഠിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം വിശ്വസിച്ചതിനേക്കാൾ അടുത്തിരിക്കുന്നു രക്ഷ എന്ന് പറയുകയാണ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ അടുത്തിരിക്കുന്നു രക്ഷ എന്ന് പറയുകയാണ്. ഇവിടെ പറയുന്ന രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മീയമായ വീണ്ടെടുപ്പ് മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ഒരു രക്ഷയെ കുറിച്ച് മാത്രമല്ല. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിനായി ഹൃദയം കൊടുക്കുമ്പോൾ അവൻ ആത്മീയമായി രക്ഷിക്കപ്പെടുമെങ്കിലും അവന്റെ ശാരീരികമായ രക്ഷ അവൻ ഇരുവരും നേടിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷയുടെ അതിന്റെ പൂർണ്ണതയിലേക്ക് നാം എത്തണമെങ്കിൽ കർത്താവിന്റെ വരവ് വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് സഭയോട് ആവശ്യപ്പെടപ്പെടുകയാണ്, നാം ഉണരണമെന്ന് പറയുകയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഉണരാൻ വേണ്ടി കാഹളം ഊതുവാനും ഉണരാനും വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് അവിടെ യോവേലിലൂടെ സമൂഹത്തോട്, ജനത്തോട് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സിയോനിൽ കാഹളം ഊതുവാൻ പറയുന്നു, എന്റെ വിശുദ്ധ സ്ഥലത്ത് അയ്യം വിളിക്കുവാൻ പറയുകയാണ്. കാരണം എന്താണ്? ഉണരണം. ഉണർന്നെങ്കിൽ മാത്രമേ ഉണർവ് വരികയുള്ളൂ. ഉണർന്നെങ്കിൽ മാത്രമേ തിരിച്ചു വരുവാൻ കഴിയുള്ളൂ. ഉണർന്നെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഉണരുവാനുള്ള ശക്തമായ ആഹ്വാനമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, രാത്രി കഴിയാറായിരിക്കുന്നു എന്നുള്ളതാണ്. പകൽ അടുത്തിരിക്കുമ്പോൾ ആർക്കും ഉറങ്ങാൻ കഴിയില്ല. കാരണം എന്താണ്? രാത്രി കഴിയാറായിരിക്കുകയാണ്. അതാണ് ദൈവസഭയ്ക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു അലാം എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു അലർട്ട് എന്ന് പറയുന്നത്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നുവെന്ന് ശക്തമായി പറയുകയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയും, പകൽ അടുത്തിരിക്കുമ്പോൾ ഒരു ഗ്ലോ കാണാൻ കഴിയുമെന്നുള്ളതാണ്. പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മനസ്സിലാക്കും. ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ രാത്രിയിലൂടെ യാത്ര ചെയ്യുന്നെങ്കിലും ആ പകലെടുക്കുമ്പോൾ രാത്രിയിലെ നക്ഷത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ചുറ്റുപാടുകളെല്ലാം ഇരുട്ടിൽ കൂടെ മൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും രാത്രി മുഴുവൻ രാത്രിയുടെ നിശബ്ദതയിലൂടെ പോവുകയാണെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും പകൽ വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ദൈവമക്കൾക്ക്, ദൈവവുമായി ബന്ധപ്പെടുന്നവർക്ക്, തിരുവചനവുമായി ബന്ധപ്പെടുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് വരാൻ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ അലർട്ടാണ്, ഒരു വലിയ അർജൻസിയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഉണരണമെന്ന് ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒന്നാമതായി ഇവിടെ നമ്മൾ എഴുന്നേൽക്കാൻ പറയുന്നു. കാരണം എന്താണ്? ഓൾറെഡി എന്ത് തുടങ്ങി? വെളിച്ചം വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഭൂമിയിലേക്ക് സൂര്യൻ പൂർണ്ണമായിട്ട് ഉദിച്ചുയരുന്നതിന് മുമ്പ് തന്നെ ചെറിയ പ്രകാശങ്ങൾ കണ്ടു തുടങ്ങുന്നത് പോലെ, ചെറിയ സൂര്യന്റെ രശ്മികൾ മരത്തിന്റെ ഇടയിലൂടെ വരുന്നത് പോലെ ഇവിടെ ഇതാ അതിന്റെ വെളിച്ചങ്ങൾ കണ്ടു തുടങ്ങി, സൂര്യരശ്മികൾ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പറയുന്നത്. അപ്പോൾ ദൈവം ആരംഭിച്ച പ്രവൃത്തികൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രൂശിൽ കർത്താവ് സാത്താനെയും അതിന്റെ ശക്തികളെയും കീഴ്പ്പെടുത്തി, അത് ഇരുട്ടിന്റെ ശക്തികളെ കീഴ്പ്പെടുത്തി. അതുകൊണ്ട് ആ രാജ്യം ആരംഭിച്ചിരിക്കുകയാണ്, അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല.
ആ പൂർത്തീകരണത്തിന് വേണ്ടി മനുഷ്യർ മാത്രമല്ല സകല സൃഷ്ടിയും അതിനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് കാണാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം 22-ാം വാക്യം 23-ാം വാക്യം നമുക്ക് വായിക്കും. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഈ സകല സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോട് ഇരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഇപ്പൊ ഇവിടെ ഒരു സൃഷ്ടിയെ കുറിച്ചല്ല പറയുന്നത്, മനുഷ്യരെ കുറിച്ച് മാത്രമല്ല, സകല സൃഷ്ടിയെ കുറിച്ചും അവിടെ പറയുകയാണ്. അപ്പോൾ ഈറ്റുനോവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലേബർ പെയിൻ എന്ന് നമുക്കറിയാം. ഈറ്റുനോവോട് സകല സൃഷ്ടിയും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സകല സൃഷ്ടിയും ഒരു ഒരു വിടുതലിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? കർത്താവ് വന്നു, അതിന്റെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആരംഭം ഇവിടെ കുറിച്ചു. ഓൾറെഡി കർത്താവിന്റെ രാജ്യം ഇവിടെ ഉണ്ട്, അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. പൈശാചിക ശക്തികളും അതിന്റെ ശക്തികളും ഈ ലോകത്തിലുണ്ടെങ്കിലും അതിന്റെ ശക്തി ക്ഷയിച്ചും അത് ഫീഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സൃഷ്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യം, അത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു വിടുതലിനായി കാത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു വലിയ പ്രത്യാശ. നാം മാത്രമല്ല, സകല സൃഷ്ടിയും അതിനായി കാത്തിരിക്കുന്നു. സൃഷ്ടിതാവിന്റെ വരവിനായി, ഒരു വീണ്ടെടുപ്പിനായി, ഒരു മാറ്റത്തിനായി അവയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അതിന്റെ നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. വായിക്കാണ്ട് റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുക തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാമും ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഇവിടെ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് ആ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിപ്പീൻ എന്ന് പറയുകയാണ്. ഇപ്പൊ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയണം, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. അതാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇരുട്ടിന്റെ പ്രവൃത്തികളെ കുറിച്ച് താഴേക്ക് വായിക്കുന്നുണ്ട്. അസൂയയും പിണക്കവും ശയനമോഹങ്ങളും, അങ്ങനെ ഈ ലോകത്തിന്റെ പാപത്തിലും മ്ലേച്ഛതയിലുമുള്ള ജീവിതത്തെ എല്ലാം വിട്ടുകളഞ്ഞ് അതുകൊണ്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം കൂടെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴീ ലോകം തിന്മ നിറഞ്ഞതാണ്, പാവം നിറഞ്ഞതാണ്, അന്ധകാരം നിറഞ്ഞതാണ്, ഇരുട്ടിന്റെ ശക്തികൾ വാഴുന്ന ഒരു ലോകമാണ്. അപ്പോൾ അതിൻ്റെതായ പ്രവൃത്തികളുണ്ട്. അതെല്ലാം നാം വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ പാവം, അനീതി, ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഇവയെല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് ജനം വരണം, അങ്ങനെ ജീവിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു സൈന്യത്തിൽ സേവ ചെയ്യുന്ന ഒരാൾ രാത്രി മുഴുവൻ ആ രാജ്യത്തെ കാത്തുകൊണ്ട്, അല്ലെങ്കിൽ താൻ സംരക്ഷിക്കേണ്ട ആ സ്ഥലത്തെ കാത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പകലെടുക്കാറാകുമ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുകയില്ല, അശ്രദ്ധയോട് തനിക്ക് ഇരിക്കാൻ കഴിയുകയില്ല. ആ സമയമാണ് താൻ ഏറ്റവും കൂടുതൽ അലേർട്ടായി ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ. രാത്രി മുഴുവൻ താൻ കാത്തിട്ട് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് തനിക്ക് അശ്രദ്ധ വന്നാൽ, തനിക്ക് ഉറക്കം വന്നാൽ, താൻ ആ സമയത്ത് തന്റെ രാജ്യത്തെയോ അല്ലെങ്കിൽ താൻ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലവും സുരക്ഷിതമല്ലാതാകും, ശത്രു കടന്നു ആക്രമിക്കുകയും തന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു പരാജയമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവസഭ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അവസാനം വരുമ്പോൾ, പകൽ അടുത്തിരിക്കുന്ന സമയം, കൂടുതൽ അലർട്ടോട്, കൂടുതൽ ശ്രദ്ധയോട്, കൂടുതൽ പ്രാഗൽഭ്യത്തോട് അവരുടേതായ സേവ ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ അലേർട്ടോട് നാം ആയിരിക്കണം എന്നുകൂടിയുള്ള ഒരു വലിയ വിളിയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നതെന്ന് നാം മനസ്സിലാക്കണം. അവിടെ അപ്പോസ്തലൻ പൗലോസ് അതിനുശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കണം എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ മുമ്പേ ഇരുളായിരുന്നെന്നും നാം വെളിച്ചത്തിൽ ജീവിക്കണമെന്നും പറയുന്നുണ്ട്. വായിക്കാം 5:8. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മൾ വെളിച്ചത്തിലേക്ക് വരണമെന്ന് പറയുകയാണ്. ഒരിക്കൽ നമ്മൾ സാധാരണ പിടിയിലായിരുന്നു. നമ്മുടെ പൂർവ്വ സ്റ്റേറ്റാണ്, പഴയ ആ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ യേശുവിന്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അവസ്ഥയെ കുറിച്ചാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിക്രമങ്ങളാലും പാവങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു, ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കൂടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കൽ ഇരുളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാവത്തിനും സാത്താനും കൂട്ടാളികളെല്ലാം ജീവിച്ചു, അതിനടിമപ്പെട്ട് നാം ജീവിച്ചിരുന്നു. എന്നാൽ വെളിച്ചത്തിലേക്ക് നമ്മൾ വന്നു. അതുകൊണ്ട് ഇനി ഇരുളിന്റെ പ്രവൃത്തികളെല്ലാം വിട്ടുകളഞ്ഞ് വെളിച്ചം നമ്മൾ ധരിക്കണം, വെളിച്ചത്തിൽ നാം ജീവിക്കണം, ആ വെളിച്ചത്തിലേക്ക് നമ്മൾ വരണം. ആ വെളിച്ചം ദൈവം തരുന്ന ആ ലോകത്തിലേക്ക്
നമ്മൾ മറ്റുള്ളവരെ ഒരുക്കണം. അതിനാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ റോമ സംസ്കാരത്തോടുള്ള ബന്ധത്തിൽ കുറെ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ വായിച്ച വേദഭാഗം പോലും റോമർക്ക് എഴുതിയ ലേഖനമാണ്. അതുമാത്രമല്ല, ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ചയൊക്കെ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് നമുക്കറിയാം. ജൂതന്മാർ അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, റോമക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ കാലയളവിൽ കാഹളം പോകുന്ന ഒരു പതിവുണ്ട്. ആ കാഹളം പോകുന്നെന്ന് പറഞ്ഞാൽ രാത്രി കഴിയാറായി പകലെടുത്തിരിക്കുമ്പോൾ ഒരു കാഹളം അവിടെ ഊതപ്പെടും. അവിടെ ഊതപ്പെടുമ്പോൾ ഓരോ സൈനികനും ആ രാജ്യത്തിലെ ഓരോ പ്രജയ്ക്കും മനസ്സിലാകും നേരം എടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നത് പോലെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു വലിയ കാഹളമാണ് ഇരുട്ട് മൂടിയിരിക്കുന്ന ഈ ലോകം. ഇപ്പോൾ ഇരുട്ടാണെങ്കിലും അത് പ്രകാശത്തിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു വലിയ ചലഞ്ചാണ് ഈ ഭാഗത്ത് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ഓൾറെഡി നോട്ട് അറ്റ് ദാറ്റ് ഈസ് അവർ ഹോം. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യമുണ്ട്, അത് വന്നിട്ടുണ്ട്, അത് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതൊരിക്കലും അവസാനിച്ചിട്ടില്ല, അത് അതിന്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ആധികാരികതയോട് വളരെ വിശ്വാസത്തോട് നാം നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സകല സൃഷ്ടികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നേറ്റത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു പുതിയ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പുതിയ ഇല്ലാത്ത നീതി നിറഞ്ഞ ഒരു ലോകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ മനുഷ്യർ നീതീകരിക്കപ്പെട്ടു, എന്നാൽ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഭൂമിയിൽ കർത്താവിനെ നാം സ്വീകരിച്ചപ്പോൾ നാം നീതീകരിക്കപ്പെട്ടെങ്കിലും മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. മഹത്വീകരണത്തിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാത്തിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇവിടെ ചലഞ്ച് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് നാം മനസ്സിലാക്കണം. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു, എന്നാൽ അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ചുരു കഴിഞ്ഞിട്ടില്ല. ദൈവരാജ്യത്തിന്റെ കടന്നുകയറ്റം ശക്തിയോട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനായി നാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കാത്തിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസോട് പറയുന്നത് സകല സൃഷ്ടിയും ഈറ്റുനോവോട് കാത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. സൃഷ്ടി ഇവിടെ മരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, ഒരു പുതിയ ജീവൻ കൊടുക്കാൻ പോവുകയാണ്, ഒരു പുതിയ ജന്മം കൊടുക്കാൻ പോവുകയാണ്. ഒരമ്മ പ്രസവിക്കുമ്പോൾ അല്ലെങ്കിൽ ലേബർ പെയിനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ മരിക്കാനല്ല പോകുന്നത്, മറിച്ച് ഒരു പുതിയ ജീവൻ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ സൃഷ്ടിയെല്ലാം വളരെ വേദനയോട് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നാം എല്ലാം വേദനയോട് പ്രാർത്ഥിക്കുന്നു, വേദനയോട് കാത്തിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതെല്ലാം അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നാം മരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമല്ല, മറിച്ച് ഒരു പുതിയ ജീവൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്, പുതിയൊരു ജന്മം കൊടുക്കാൻ പോവുകയാണ്. പ്രപഞ്ചം അത് ഒന്ന് പുതിയതായി ജനിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടി അതിനായി കാത്തിരിക്കുന്നതെന്ന് തിരുവചനം ഇവിടെ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, നമ്മിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും അത് നമ്മളെ പൂർണ്ണമായ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മളെ രൂപാന്തരപ്പെടുത്തണം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ നിന്ന് നാം രക്ഷപ്പെടുക എന്നുള്ളതല്ല, ലോകത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോടുക എന്നുള്ളതല്ല, ലോകത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു എന്നതാണ് പ്രത്യാശയായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ലോകത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ അവസാനമായി ഈ വിഷയത്തോട് എനിക്ക് പറഞ്ഞ് ഞാനിവിടെ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പോവുകയാണ്. രാത്രിക്ക് ഒരിക്കലും ഇരുട്ടിനൊരിക്കലും പകലിനെ തടയാൻ കഴിയുകയില്ല. സാത്താനൊരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തികളെ നീക്കിക്കളയാൻ കഴിയില്ല. കാരണം ക്രൂശ് അല്ലെങ്കിൽ യേശു ക്രിസ്തു സാത്താന്റെ അവന്റെ പ്രവൃത്തികളുടെ നട്ടല് അവൻ ഒടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രാത്രിക്കോ ഇരുട്ടിനോ വെളിച്ചത്തെ പിടിച്ചു നിർത്താൻ തടയാൻ കഴിയില്ല. ഒരു പ്രഭാതം തന്നെ ജനത്തിനായി ദൈവം തുറക്കുന്നു. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, ഈ കാലം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ആ പുതിയ തുടങ്ങിയത് കൊണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്കും ഈ ലോകത്തിലെ അന്ധകാരങ്ങൾ നിറഞ്ഞ ഈ ലോകം അത് ഫേഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കാൻ പോവുകയാണ്. അത് അതിന്റെ സർവ്വശക്തിയോടും പ്രവർത്തിക്കുന്നത് നാം കാണുമ്പോൾ അവ അതിൻ്റെതായ ശക്തി ക്ഷയിച്ചും അത് മങ്ങിപ്പോകുന്നത് കൊണ്ട് അതിന്റെ അവസാന ഫൈറ്റിലാണ് അത് വരുന്നതെന്ന് നാം മനസ്സിലാക്കി പ്രകാശം നമ്മിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ ചെറിയ രശ്മികൾ നാം കണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം വെളിച്ചത്തിന്റെ മക്കളായി തീരുക, ആ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയുക എന്നും തിരുവചനം പറയുകയാണ്. അതുകൊണ്ട് ഈ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ വഴികളെയും നാം മറന്ന് ദൈവത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിനായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.